വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ചുരിദാർ കട്ട് നൈറ്റിയുടെ വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. 290 തുണിയെ നമ്മളിവിടെ 4ആയി മടക്കി ഇട്ടിട്ടുണ്ട്. ഇത് തേരുവെളുമ്പുള്ള വശമാണ്. ഇങ്ങനെയാണ് നമ്മൾ 4ആയിട്ട് മടക്കി ഇടുന്നത്. ഇത് മടക്ക് വശമാണ്. നമ്മൾ നിൽക്കുന്ന വശമാണ് വടക്കുവശത്ത് വരേണ്ടത്. ഇതൊരു XXL സൈസ് നൈറ്റിയാണ് ഞാനൊന്ന് കട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് കഴുത്തകലം അടയാളപ്പെടുത്തി കൊടുക്കാം. 3 ഇഞ്ചാണ് നമ്മളിവിടെ കഴുത്തകലം മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ കൂടുതൽ വരുന്നവർക്ക് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്കിന്റെ ഇറക്കം 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കൈക്കുഴി 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ചരിച്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. XXL സൈസ് എന്ന് പറയുമ്പോൾ 44 ഇഞ്ചാണ് വരുന്നത്. 44 എന്ന് പറയുമ്പം അതിന് നമ്മളുടെ ചെസ്റ്റ് അളവ് 40 ഇഞ്ച് ആണ് വരുന്നത്. 40 ഇഞ്ചിന്റെ കൂടെ 4 ഇഞ്ച് കൂടി കൂട്ടിയാണ് നമ്മൾ 44 ഇഞ്ച് കണക്കാക്കുന്നത്. അതിനെ 4ആയി ഡിവൈഡ് ചെയ്ത് 11 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. വേസ്റ്റിന്റെ അളവ് ഷോൾഡറിൽ നിന്നും 14 ഇഞ്ച് താഴെയായിട്ട് മാർക്ക് ചെയ്യുക. അവിടെ നമ്മൾ ചെസ്റ്റിന്റെ അളവ് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിൽ നിന്നും 1 ഇഞ്ച് 11 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 10 ഇഞ്ച് വേസ്റ്റിന്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് സീം അലവൻസ്. വീണ്ടും ഷോൾഡറിൽ നിന്നും 21 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഹിപ്പിന്റെ അളവ് ഷോൾഡറിൽ നിന്നും 21 ഇഞ്ച് താഴെയായി മാർക്ക് ചെയ്യുക. അവിടെ നമ്മൾ ചെസ്റ്റിന്റെ അളവ് അടയാളപ്പെടുത്തിയതിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ അടയാളപ്പെടുത്തണം. ചെസ്റ്റിന്റെ അളവ് നമ്മൾ 11 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. ഹിപ്പിന്റെ അളവ് 12 ഇഞ്ച് അടയാളപ്പെടുത്തണം. അവിടെ 1 ഇഞ്ച് സീം അലവൻസും അടയാളപ്പെടുത്തുക. അതിനുശേഷം കൈയുടെ ലെങ്ത് എത്ര വേണമെന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ 8 ഇഞ്ചാണ് കൈയുടെ അളവ് നീളം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും താഴേക്ക് കൈ നീളത്തിന് നമുക്ക് എത്ര വേണമെന്നോ അത്രയും അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ കൈക്കുഴിക്ക് നമ്മൾ എത്ര അളവാണ് എടുത്തിരിക്കുന്നതെന്ന് ആദ്യം നോക്കുക. 11 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കൈയുടെ വണ്ണവും 11 ഇഞ്ച് തന്നെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. കൈയുടെ ഫിറ്റ് 6.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് സീം അലവൻസും ചേർത്ത് 7.5 അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒന്ന് വെട്ടിക്കൊടുക്കാം. ആദ്യം കയ്യെ ഞാൻ വെട്ടി മാറ്റുകയാണ്. അതിനുശേഷം കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റാം.
നമുക്ക് ഷോൾഡറിനെ രണ്ടായി വേർതിരിച്ചെടുക്കാം. ഫ്രണ്ട് കഴുത്ത് ഞാൻ ഇപ്പോൾ വെട്ടുന്നില്ല, കാരണം ഇത് നമ്മള് ക്യാൻവാസ് വെച്ചാണ് ഫ്രണ്ട് നെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് മാത്രമാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്കിനെ കട്ട് ചെയ്യാം. 3 ഇഞ്ച് കഴുത്തകലം, 4 ഇഞ്ച് കഴുത്തിറക്കം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റണം. ഞാൻ കഴിഞ്ഞ ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവിനേക്കാൾ എപ്പോഴും നമ്മൾ 4 ഇഞ്ച് കൂടുതൽ ഇട്ട് വേണം നമ്മൾ തുണിയെ വെട്ടിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇടുമ്പോൾ അത് കൂടുതൽ ടൈറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാൻ ആരും മറക്കരുതേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് നിങ്ങൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അധികം താമസിയാതെ തന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.